ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അക്കുച്ചേട്ടനെ അനുഭവിക്കുന്നൊക്കെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടല്ലേ? എന്നെ വിട്ട് പൊയ്ക്കോ അക്കുച്ചേട്ടാ. എനിക്ക് വേണ്ടി അക്കുച്ചേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? അക്കുച്ചേട്ടന് ചേരുന്നത് ശ്രേയ തന്നെയാ. നിങ്ങൾ അന്നാവണം, എന്നാലേ അക്കുച്ചേട്ടന് സന്തോഷാവുള്ളൂ. ഇപ്പൊ എന്റെ പ്രാർത്ഥന നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന. എനിക്ക് വിശ്വാസമുണ്ട് അക്കുച്ചേട്ടാ, എന്റെ പ്രാർത്ഥന ഈശ്വരന്മാരെ കേൾക്കും. നാളെ അക്കുച്ചേട്ടന്റെ പിറന്നാളാ. ആര് തരുന്നതിലും വലിയൊരു ഗിഫ്റ്റ് ഞാൻ അക്കുച്ചേട്ടന് തരും. ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ്. പിറന്നാൾ ദിവസം തന്നെ ആ ഗിഫ്റ്റ് കിട്ടുമ്പോ അക്കുച്ചേട്ടന് സന്തോഷാവും. ഞാൻ തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയോ അക്കുച്ചേട്ടന്? ശ്രേയ, നാളെ മുതൽ അക്കുച്ചേട്ടന് പുതിയൊരു ജീവിതം ഉണ്ടാവും. നഷ്ടപ്പെട്ട ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം തിരിച്ചു കിട്ടും. പിന്നെ സന്തോഷം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവൂ. ശ്രേയ അക്കുച്ചേട്ടനെ ഏൽപ്പിച്ച് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. അവിടെ ചെന്നാലും അക്കുച്ചേട്ടന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചോളാം. ഈ ജന്മത്തിലെ എന്റെ വിധിയത എനിക്കത് മതി, അത് മതി.
ചേച്ചിയെ, പായസത്തിന്റെ മണം വരുന്നുണ്ടല്ലോ, എന്താ പരിപാടി? അതൊന്നും ഞാനിപ്പോ പറയില്ല, നീ തന്നെ കണ്ടുപിടിക്കേ. അല്ലെങ്കി വേണ്ട, കഴിക്കുമ്പോ അറിയാലോ. സദ്യക്കുള്ള സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്താ പ്രത്യേകത? അതും ഞാൻ പറയില്ല, നീ തന്നെ കണ്ടുപിടിക്കേ. എന്തോ കളഞ്ഞു പോയതുപോലെ കണ്ടുപിടിക്ക് പറയുന്നുണ്ടല്ലോ. കളഞ്ഞു പോയില്ല അനു, പോവും. ഇന്നത്തോടെ ജീവിതം തന്നെ കളഞ്ഞു പോവും. ചാരു ചേച്ചി, ചേച്ചി ഇന്നത്തെ പ്രത്യേകത എന്താ? പറ ചേച്ചി. അത് സസ്പെൻസ്. രാവിലെ തന്നെ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ ചേച്ചി. കുറച്ചു കഴിയുമ്പോ അറിയുമല്ലോ, നീ വെയിറ്റ് ചെയ്യ്. അത് ശരിയാ. ചേച്ചി വന്നേ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിച്ചത്. പിന്നെ ഒരു രഹസ്യം പറയട്ടെ, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് വായി വെക്കാൻ കൊള്ളൂല. ചേച്ചി വന്നേ പിന്നെ അമ്മയുടെ പാചക പരീക്ഷണത്തിന് ഞങ്ങൾ എല്ലാരും രക്ഷപ്പെട്ടത്. ഇപ്പൊ എന്റെ പ്രാർത്ഥന എന്താന്നറിയോ? എന്താ? അമ്മയുടെ കുത്തുവാക്കലും വേദനിപ്പിക്കലും കാരണം ചേച്ചി ഈ വീട് വിട്ടു പോവല്ലേന്നാ. ചാരു ചേച്ചി എന്നും ഇവിടെ വേണം, ഞങ്ങളുടെ കൂടെ തന്നെ. ഞങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇല്ലാനോ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇന്നുകൂടി